US വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പലർക്കും തോന്നുന്നുണ്ട്. ഇത് പലരെയും പേടിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. 2026 US വിസകളിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ മാറ്റങ്ങൾ ഈ വർഷം തന്നെ നിലവിൽ വരികയോ അല്ലെങ്കിൽ നിലവിൽ വന്നതോ ആണ്. ഈ മാസം മുതൽ മാറുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി US വിസ നിയമങ്ങളിൽ വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോണ്ട് കെട്ടേണ്ടി വരും. 2025 ഓഗസ്റ്റ് 20 മുതൽ ടൂറിസ്റ്റ് വിസക്കോ ബിസിനസ് വിസക്കോ അതായത് B1, B2 അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ നിങ്ങളോട് $15,000 വരെ ബോണ്ട് കെട്ടാൻ ആവശ്യപ്പെട്ടേക്കാം. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് തിരികെ പോകില്ല എന്ന് അവർക്ക് തോന്നിയാൽ ഇങ്ങനെ സംഭവിക്കാം. വിസ നിയമങ്ങൾ തെറ്റിക്കാതെ കൃത്യമായി പാലിച്ചാൽ ഈ പണം നിങ്ങൾക്ക് തിരികെ കിട്ടും. അതായത് US പോയി അവിടെ നിയമവിരുദ്ധമായി ജോലി ചെയ്യുകയോ വിസ കാലാവധി കഴിഞ്ഞും അവിടെ തന്നെ താമസിക്കുകയോ ചെയ്താൽ പണം തിരികെ കിട്ടില്ല. നിർബന്ധിത ഇൻറ്റഗ്രിറ്റി ഫീസ് 2025 ഒക്ടോബർ 1 മുതൽ എല്ലാ വിസ അപേക്ഷകർക്കും $250 അധികമായി നൽകണം. സ്റ്റുഡൻറ് വിസ, ടൂറിസ്റ്റ് വിസ എന്നിങ്ങനെ എല്ലാത്തരം വിസകൾക്കും ഈ ഫീസ് ബാധകമാണ്. ആളുകൾ വിസയുടെ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നത് ഒഴിവാക്കാനും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് ഈ പണം ഈടാക്കുന്നത്. നിങ്ങളുടെ വിസയുടെ കാലാവധി കഴിയുമ്പോൾ, ഉദാഹരണത്തിന് 10 വർഷത്തെ വിസയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം ഈ പണം തിരികെ ലഭിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ഒരു നിയമവും തെറ്റിക്കാതിരുന്നാൽ മാത്രമേ പണം തിരികെ കിട്ടൂ. സോഷ്യൽ മീഡിയ നിർബന്ധമാക്കി. 2025 ശരത്കാല സീസൺ മുതൽ വിദ്യാർത്ഥികൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നൽകേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ പബ്ലിക് ആയിരിക്കണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കം US കുറിച്ചോ അവിടുത്തെ ആളുകളെക്കുറിച്ചോ മോശമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാവരുത്. നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നൽകിയില്ലെങ്കിലോ അല്ലെങ്കിൽ അത് പബ്ലിക് അല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ നിങ്ങളുടെ വിസ നടപടികൾ വൈകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. US നിയമവിരുദ്ധമായി കടക്കാൻ സഹായിക്കുന്ന ഗ്രൂപ്പുകളിലോ അവിടെ ജോലി അന്വേഷിക്കുന്ന ഗ്രൂപ്പുകളിലോ അംഗമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലി വിസ പുതുക്കാൻ ഇൻ്റർവ്യൂ. സെപ്റ്റംബർ 2 മുതൽ H1B, L1, O1 തുടങ്ങിയ വർക്ക് വിസകൾ ഉള്ളവർക്ക് അത് പുതുക്കണമെങ്കിൽ വീണ്ടും ഇൻ്റർവ്യൂവിന് പോകേണ്ടി വരും. ഇതിനു മുമ്പ് പാസ്പോർട്ട് കൊടുത്താൽ മതിയായിരുന്നു. വിസ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ പഴയകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് കൊണ്ട് ഇത് വിസ പുതുക്കൽ പ്രക്രിയയെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നു. സ്ഥിരതാമസത്തിനുള്ള ശ്രമങ്ങൾ, നിയമവിരുദ്ധമായ തൊഴിൽ, പാർക്കിംഗ് ടിക്കറ്റ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും അവർ പരിഗണിച്ചേക്കാം. അപ്പോയിൻമെൻറ്റിന് ഉറപ്പില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിസ അപ്പോയിൻമെൻറ്റുകൾക്ക് ഇപ്പോൾ വളരെ കുറഞ്ഞ ഒഴിവുകളെ ഉണ്ടാകാറുള്ളൂ. ചിലപ്പോൾ ഒട്ടും ഉണ്ടാകാറുമില്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി 2025 സെപ്റ്റംബർ 1 ആരംഭിച്ചാലും നിങ്ങൾക്ക് കൃത്യസമയത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നില്ല. കോവിഡ് സമയത്തേക്കാൾ മോശമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇത് കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം വൈകിക്കേണ്ടി വന്നേക്കാം. ഈ മാറ്റങ്ങൾ US വിസ അപേക്ഷിക്കാനുള്ള നടപടികളെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുകയും അനിശ്ചിതത്വം നിറഞ്ഞതാക്കുകയും ചെയ്യുന്നു എന്ന് അധികൃതർ തന്നെ പറയുന്നു. അതിനാൽ US വിസക്ക് അപേക്ഷിക്കാൻ പോകുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കുന്നത് നല്ലതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.